ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഡയാലിസിസ് നിർത്തിവെച്ചുവെന്നാണ് അറിയുന്നത്. ഇന്ന് വീണ്ടും മെഡിക്കൽ സംഘം യോഗം ചേരും. സ്ഥിതി വളരെ മോശമായി തന്നെ തുടരുകയാണ്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഒരു രീതിയിലും മെച്ചപ്പെടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ജൂൺ 23-നാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. ഇന്നലെ രാത്രി വരെയും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിന് ഈ ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ്. 72 മണിക്കൂർ നീണ്ട ഡയാലിസിസ് ആണ് നേരത്തെ മെഡിക്കൽ ബോർഡ് അടക്കം നിർദ്ദേശിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇന്നലെ ഉച്ചയോടുകൂടി തടസ്സപ്പെട്ടു. അതിനുശേഷം പിന്നീട് ഡയാലിസിസ് നടത്താനായിട്ടില്ല. ഡയാലിസിസ് നടത്താതെ തന്നെ വൃക്കകൾ സ്വന്തമായി പ്രവർത്തിക്കുമോ എന്നും ഡോക്ടർമാർ നോക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത്. എന്നാൽ തലച്ചോറിന്റെ ഒരു ഭാഗത്തൊക്കെ നല്ല പ്രവർത്തനമുണ്ട്. ഒപ്പം തന്നെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്. അത് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബന്ധുക്കൾക്ക് ആശ നൽകുന്ന കാര്യം. എന്തായാലും ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റമില്ല എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്.